2 ദിവസം അള്ളാഹ് എടുക്കുക, ഇത് അബൂബക്കറിന്റെ പണി, ഇത് അബൂബക്കർ ചെയ്തത്, ഇത് ഇന്നാളെ ചെയ്തത്, ഇത് ഇന്നാളെ ചെയ്തത്, ഇത് ഇന്നാളെ ചെയ്തത്, ഇത് ഇന്നാളെ അള്ളാഹ് കാണിച്ചു കൊടുക്കും. അള്ളാഹിന്റെ അടുക്കൽ മലക്കൾ കാണിച്ചു കൊടുക്കും. എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യം അള്ളാഹുവിന്റെ ദർബാറിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ കാണിച്ചു കൊടുക്കും അത്രേ. എല്ലാ അടിമകൾക്കും അള്ളാഹു തആല പുറത്തു കൊടുക്കും. ഇല്ലാ അബ്ദൻ ബൈനഹു വബൈന അഖീഹി ശഹനാ. പരസ്പരം ബന്ധം വിച്ഛേദിക്കുകയും പരസ്പരം കൊഞ്ഞണം കുത്തുകയും പരസ്പരം കരിവാരി തേക്കുകയും പരസ്പരം ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന 2 മുസ്ലിം സഹോദരന്മാരുടെ ഫൈലുകൾ അള്ളാന്റെ ദർബാറിൽ കാണിക്കുകയില്ല. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും. അതിനാണ് ഈ തിങ്കളും വ്യാഴം നോമ്പ് പിടിക്കാൻ പറയുന്നത്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ ഫൈലുകൾ അള്ളാഹിന്റെ അടുക്കൽ കാണിക്കും. പിന്നെ ഇന്നവൻ ചെയ്യുന്ന ജോലി ഇതാണ്. ചെറിയ ചെറിയ പാവങ്ങളൊക്കെ ആണെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? ആ പുറത്ത് കൊടുത്തേരെ മലക്കളെ, അവനെ ഒന്നും ചെയ്യണ്ട, വിട്ടേരെ. അള്ളാഹ് എത്ര കാരുണ്യവാനാൻ. ഓരോ അടിമയ്ക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും അത്രേ. പക്ഷേ ഒരു കൂട്ടർക്ക് പുറത്തു കൊടുക്കൂല. ഇല്ലാ ബിദൻ ബൈനഹു വബൈന അഖീഹി ശഹനാ. ഒരു സഹോദരൻ തന്റെ സഹോദരനുമായി, ഒരു ജ്യേഷ്ഠൻ തന്റെ അനുജനുമായി, ഒരു മൂത്താപ്പ തന്റെ കൊച്ചാപ്പയുമായി അവരുടെ കുടുംബ ബന്ധത്തിൽ അവർ വിച്ഛേദിച്ചു കഴിയുന്നവരാണെങ്കിൽ, സംസാരിക്കാതെ മിണ്ടാതെ ഉരിയാടാതെ കഴിയുന്നവരാണെങ്കിൽ, ഫയുഖാലു ലഹു, മലക്കിനോട് പറയപ്പെടുമത്രേ, ഉത്റുകൂ ഹാദൈൻ ഹത്താ യസ്തലിഹാ. ഇവരുടെ 2 പേരുടെ ഫയൽ മാറ്റിയേരെ, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇവരുടെ 2 പേരുടെ ഫയലും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അങ്ങോട്ട് മാറ്റ്. കാരണം എന്താ? ഇവർ 2 പേരും മുസാഫഹത്ത് ചെയ്യുന്നത് വരെ, ഇവർ 2 പേരും സംസാരിക്കുന്നത് വരെ, ഇവർ 2 പേരും പുഞ്ചിരിക്കുന്നത് വരെ, ഇവർ 2 പേരും നല്ല വർത്തമാനം പറയുന്നത് വരെ, പരസ്പരം കണ്ടുകൊണ്ട് സന്തോഷത്തോടൊരു വാക്ക് പറയുന്നത് വരെ ഇവരുടെ 2 പേരുടെ ഫയലും എന്റെ മുന്നിൽ കാണിക്കണ്ട എന്ന് അല്ലാഹു തആല മലക്കുകളോട് പറയും. അതേ അവസ്ഥയിൽ അവരെങ്ങാനും മരിച്ചു പോയാൽ മിണ്ടാതെ അവരുടെ ബന്ധം രൂഢമൂലമാക്കാതെ അവർ സഹകരിക്കാത്ത അവസ്ഥയിലാണ്. ദുർവാശയുടെ പേരിൽ, ഈഗോയുടെ പേരിൽ ആരെങ്കിലും സംസാരിക്കാതെ മരണപ്പെട്ടു പോയെങ്കിൽ അവർക്ക് അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുകയില്ല. അവരുടെ ഫയൽ അള്ളാഹുടെ അടുക്കൽ സ്വീകരിക്കൂലല്ലോ, പിന്നെ അങ്ങനെ അള്ളാഹ് മാപ്പ് ചെയ്ത് കൊടുക്കും. ഈഗോ, അവനെ കണ്ട എങ്ങനെ ഞാൻ മിണ്ട, അവനെ കണ്ട ഞങ്ങനെ സംസാരിക്കാം. അവൻ എന്റെ ഗ്രൂപ്പുകാരനല്ലോ, അവരുടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു അത് വെച്ചല്ലേ, അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ ആണോ ഇങ്ങനത്തെ, അവൻ എന്റെ വേലി അങ്ങോട്ട് കയറ്റി കെട്ടിയവനാണല്ലോ, അവന്റെ കോഴി ഇങ്ങോട്ട് കയറി, അവനെ ഞാൻ ഒന്ന് എറിഞ്ഞു ചത്തുപോയി, അതിന്റെ പേരിൽ അവൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വർഷങ്ങളായിട്ട് മിണ്ടാതെ കഴിയും. എന്നിട്ട് നമുക്ക് നിസ്കാരത്തിനുള്ള കുറവുണ്ടോ? വല്ല കുറവുണ്ടോ? മിണ്ടാത്തവനും നിസ്കരിക്കും, മിണ്ടാൻ പോയിട്ട് അവനെ അടിച്ചു പൊടിക്കവന് നിസ്കരിക്കും. എല്ലാവരും നിസ്കാരത്തിനും ഇബാദത്തിനും ഒന്നും ഒരു കുറവില്ല. പക്ഷെ അള്ളാഹു പറയുന്നു, മോനെ, നീ ഈ നമസ്കാരവും ഇബാദത്തും ഒക്കെ ചെയ്യുന്നത് എന്റെ അടുക്കൽ സ്ഥാനം കിട്ടാനാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ സുദൃഢമാക്കാത്തിടത്തോളം കാലം നിങ്ങൾ എത്ര തലകുത്തി വീട് നിസ്കരിച്ചിട്ടും എത്ര തൗബ ചെയ്തിട്ടും എത്ര ഹജ്ജ് ചെയ്തിട്ടും പുണ്യമില്ല. വേസ്റ്റ് മാഫി ഫായിദ, ഒരു പ്രയോജനവുമില്ല. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. വൽ അർഹാം, കുടുംബ ബന്ധം നിങ്ങൾ പേടിക്കണേ, കുടുംബ ബന്ധം പേടിക്കണേ. തകർന്നടിയുന്ന ബന്ധങ്ങളെ നിങ്ങൾ സുദൃഢമാക്കണമേ. പരസ്പര സാഹോദര്യം നിലനിർത്തണമേ. സഹോദരങ്ങൾ തമ്മിൽ സന്തോഷത്തോടുകൂടി കൈകൊടുത്ത് പുഞ്ചിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണമേ. ആരും ആരെയും കുറ്റം പറയരുത്, തെറി പറയരുത്, പരിഹസിക്കരുത്, നിന്ദിക്കരുത്, ആരെയും ഇകഴ്ത്തരുത്, നികൃഷ്ടനായി കാണരുത്, ചെറുതായി കാണരുത്. എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണേ. പരിശുദ്ധ ഖുർആനും നബിതങ്ങളും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ആലമുൽ അർവാഹിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ലമ്മാ ഖലഖല്ലാഹുൽ ഖൽഖ, അല്ലാഹു തആല ആലമുൽ അർവാഹിൽ വെച്ച് മനുഷ്യരാശിയെ സൃഷ്ടിച്ച സന്ദർഭം, ഫലമ്മാ ഫറഗ, ആ സൃഷ്ടിപ്പിൽ നിന്ന് അല്ലാഹു പൂർത്തിയായപ്പോൾ, ഖാമത്തിർ റഹ്മു, ഈ ബന്ധമുണ്ടല്ലോ, ഈ കുടുംബ ബന്ധമുണ്ടല്ലോ, ഈ ബന്ധം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഫഅഖദത ബിഹഖ് വർ റഹ്മാ,
അല്ലാഹുവിന്റെ ആധിപത്യത്തെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, യാ റബ്ബി, ഓ റബ്ബേ, ഹാദാ മഖാമുൽ ആയിദി മിനൽ ഖതിയ. ഈ ദിവസം നിന്റെ അസ്തിത്വത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു. നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം, നിന്റെ മഹത്വത്തെ തന്നെയാണ് സത്യം, നിന്റെ അന്തസ് തന്നെയാണ് സത്യം. അല്ലാഹുവേ, ഞാൻ കുടുംബ ബന്ധമാണ്, എന്നെ ആരെങ്കിലും മുറിച്ചു മാറ്റുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം തേടുന്നു, കാവൽ ചോദിക്കുന്നു അല്ലാഹ്. കുടുംബബന്ധം പറഞ്ഞു. ആലമുൽ അർവാഹി വെച്ച് നമ്മളെ സൃഷ്ടിച്ചപ്പോ അത് പറയാ, പടച്ചോനെ, ഞങ്ങൾ തമ്മിൽ അടിക്കാൻ നീ ഇടവരുത്തരുത്, ഞങ്ങൾ തമ്മിൽ ബന്ധം മുറിക്കാൻ നീ ഇടവരുത്തരുത്, ഞങ്ങൾ തമ്മിൽ ഇടങ്ങേറാക്കാൻ നീ ഇടവരുത്തരുത്, അതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അതിനുള്ള ഒരു അവസരം കൂടിയാണ്. ഉടനെ അല്ലാഹു തആല മറുപടി നൽകിയത്രേ, അലാ തർലീന അൻ നസില മൻ വസലക വഅഖത മൻ ഖതഅക. നീ തൃപ്തിപ്പെടുന്നില്ലേ? നീ ആരുമായി ബന്ധം സ്ഥാപിച്ചോ, അല്ലെങ്കിൽ നിന്നെ ആരുമായി ബന്ധം സ്ഥാപിച്ചോ, അവരുമായി ഞാൻ ബന്ധം സ്ഥാപിക്കും. നിന്നെ ആരും മുറിച്ചു മാറ്റിയോ, അവരുമായി എനിക്ക് ബന്ധമില്ല എന്ന് അല്ലാഹു തആല ആലമുൽ അർവാഹിൽ വെച്ച് കുടുംബ ബന്ധത്തോട് പറഞ്ഞ വാക്കാണ്. ഉടനെ ഖാലത്ത്, കുടുംബ ബന്ധം പറഞ്ഞു, ബലാ, അത് മതി അല്ലാഹ്, അത് മതി അല്ലാഹ്. എന്നെ മുറിച്ചു മാറ്റുന്നവനുമായി നീ ബന്ധം മുറിച്ചു മാറ്റുമല്ലോ, ഞാനുമായി സഹകരിക്കുന്നവനെ നീ സഹകരിക്കുമല്ലോ, എനിക്കത് മതി അല്ലാഹ്, എനിക്കത് മതി അല്ലാഹ്. കുടുംബ ബന്ധം മുറിച്ചു മാറ്റിയിട്ട് നിസ്കരിച്ചിട്ട് പുണ്യമുണ്ടോ? ഉണ്ടോ സുഹൃത്തുക്കളെ? അല്ലാഹ് ബന്ധം വിച്ഛേദിച്ചു, മുറിച്ചു മാറ്റി. ഹദീസാണിത്, സ്വഹീഹായ ഹദീസാണിത്. നബി തങ്ങൾ പറയുകയാണ്, മാമിൻ അബ്ദിൻ അഹറാ അയ്യുഅജ്ജിലല്ലാഹു ലഹു ഉഖൂബതഹു ഫിദ്ദുനിയാ മഅ മാ യദ്ഖിറു ലഹു ഫിൽ ആഖിറ മിനൽ ബഗി ഔ ഖതിഅത്തിർ റഹിം ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹു തആല ഒരു അടിമയെ ശിക്ഷിക്കുന്നതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ ശിക്ഷ നൽകുന്നത് ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ കൊടുക്കുന്നതിനോടൊപ്പം ദുനിയാവിൽ വെച്ചും അല്ലാഹു ശിക്ഷിക്കുന്നതിൽ ഏറ്റവും നികൃഷ്ടമായ ശിക്ഷ നൽകുന്നത് മിനൽ ബഗി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും വഖതിഅത്തിർ റഹിം, കുടുംബ ബന്ധത്തെ മുറിച്ചു മാറ്റുകയും ചെയ്യുന്നവർക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൊടും ശിക്ഷ, ഏറ്റവും കഠിനമായി ശിക്ഷിക്കുന്നത്, ഏറ്റവും ഗൗരവമേറിയ ശിക്ഷ അല്ലാഹു നൽകുന്നത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും കുടുംബബന്ധം മുറിച്ചു മാറ്റുകയും ചെയ്യുന്നവർക്ക്. മനസ്സിലാക്കിയിട്ട് വേണം നിസ്കരിക്കാൻ. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പ്രസംഗമൊക്കെ വെച്ചോ, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ ഒന്ന് യോജിപ്പിക്ക്. പ്രസംഗമൊക്കെ ഇഷ്ടംപോലെ നടക്കട്ടെ, ജനങ്ങൾക്ക് പ്രയോജനമുള്ളത് പറഞ്ഞു കൊടുത്ത്, തമ്മിലടിപ്പിക്കാതെ ജനങ്ങളെ യോജിപ്പിക്കാനുള്ള പ്രസംഗങ്ങൾ നടത്തി, ഇഷ്ടം പോലെ നടത്തുക. അതുപോലെ എല്ലാവരും കേൾക്കുക. നിസ്കാരത്തിനും പഞ്ഞമൊന്നുമില്ല, ഇബാദത്തിന് ഒരു പഞ്ഞവുമില്ല, ഒരു കുറവുമില്ല. പക്ഷെ എന്താ സംഭവിക്കുക? ബന്ധങ്ങൾ അങ്ങോട്ട് അടുക്കുന്നില്ല. വേസ്റ്റ്. നിസ്കരിക്കുന്നത് വേസ്റ്റ്, നോമ്പ് പിടിക്കുന്ന ഖുർആൻ ഓതുന്നത് വേസ്റ്റ്. ആയിരക്കണക്കിന് ഇബാദത്തുകൾ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യാനാ? ഫായിദയില്ല. എന്താ? കുടുംബ ബന്ധം തെറ്റിക്കിടക്കുകയാണ്, താളം തെറ്റിക്കിടക്കുക. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ്, അന്നഹു ജലസ യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഹദീസുകൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി, മതപ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വാഹിബായ കൂട്ടുകാരനായ തോഴനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിരിക്കുകയാ. ഇതേപോലെ പ്രഭാഷണം നടത്താൻ വേണ്ടി അബൂബക്കർ മുസ്ലിയാർ വന്നിരിക്കുന്നത് പോലെ, നിങ്ങളൊക്കെ കേൾക്കാൻ വന്നിരിക്കുന്ന പോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ അങ്കണത്തിൽ വന്നിട്ട് പ്രഭാഷണം നടത്താൻ വന്നപ്പോൾ സ്വഹാബാക്കളൊക്കെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പറഞ്ഞു, അഹ്റജു അലാ കുല്ലി ഖാതിഇ റഹിമിൻ ഇല്ലാ ഖാമ മിൻ ഇൻദിനാ.
എന്റെ മുന്നിലിരിക്കുന്നവർ, എന്റെ സദസ്സിൽ ഹാജരായവർ, ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നബി തങ്ങളുടെ ഹദീസുകളാണ്. സഹവർത്തിത്വ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ, സഹിഷ്ണുതാ മനോഭാവം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇല്ലാ ഖാമ മിൻ അൻദിനാ, ഈ സദസ്സിൽ എഴുന്നേറ്റ് പോകട്ടെ. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അഹ്റജു, ഏറ്റവും വലിയ കൊടും കുറ്റവാളിയായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അവൻ നാളെ ആഖിറത്തിൽ നികൃഷ്ട ശിക്ഷയ്ക്ക് വിധേയനാകും എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അഹ്റജു, ഏറ്റവും വലിയ ഭാവി. ആര്? ആ സദസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോയിക്കണമെന്ന്. മിണ്ടാത്തവർ, സംസാരിക്കാത്തവർ, കൂട്ടുകാരുമായി ബന്ധം സ്ഥാപിക്കാത്തവർ, പരസ്പരം കണ്ടാൽ പോലും പുഞ്ചിരിക്കാത്തവർ, ഒരു സലാം പറയാത്തവർ, അങ്ങനെയുള്ള ആരെങ്കിലും എന്റെ ഈ സദസ്സിലിരിപ്പുണ്ടെങ്കിൽ അവർ ഏറ്റവും വലിയ കൊടും പാവികളായി ഞാൻ ചിത്രീകരിക്കുന്നു. എഴുന്നേറ്റ് പോകട്ടെ, എഴുന്നേറ്റ് പോകട്ടെ. ഫലം യകും അഹദുൻ ഇല്ലാ ശാബുൻ മിൻ അഖ്സൽ ഹൽഖാ, ആ സദസ്സിൽ, ആ മദീന പള്ളിയുടെ ഉദ്യാനത്തിൽ അങ്ങേ അറ്റത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒഴിച്ച് ബാക്കി ആരും തന്നെ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റില്ല. ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് ഓടും. അദ്ദേഹം നേരെ പോയത് തന്റെ മാമിയുടെ അടുക്കലേക്ക്. അദ്ദേഹം തന്റെ മാമിയുമായി മുൻപ് സിനീൻ, വർഷങ്ങളായി ബന്ധം വിച്ഛേദിച്ച വ്യക്തിയായിരുന്നു. വർഷങ്ങളായി മാമിയുമായിട്ട് ബന്ധമില്ല. ആ വ്യക്തി ഇരിക്കുന്ന സദസ്സിലാണ്. ആ വ്യക്തിയെ നോക്കിക്കൊണ്ടൊന്നുമല്ല, പൊതുവെ പറഞ്ഞതാണ്. ആ വ്യക്തി ഇരിക്കുന്ന സദസ്സിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊടും പാവിയായിട്ട് ഞാൻ അവരെ ചിത്രീകരിക്കുന്നു. നാളെ ആഖിറത്തിൽ നികൃഷ്ട ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും, നിന്ദ്യനായിരിക്കും, നാണം കെട്ട ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നേരെ തന്റെ മാമിയുടെ അടുക്കലേക്ക് പോയി തന്റെ മാമിയുമായി ബന്ധം സ്ഥാപിച്ചു. തന്റെ മാമിക്ക് സലാം പറഞ്ഞു, തന്റെ മാമിക്ക് മുസാഫഹത്ത് ചെയ്തു. ഉമ്മ വാപ്പാന്റെ സഹോദരിയാണ്. കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ്, മാമി എന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകൾക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞപ്പോൾ ഫഖാലത്ത് അമ്മത്തുഹു, ആ മാമി പറഞ്ഞു, മാ ജാബിക യാ ബിന അഖി, ഇത്ര വർഷമായി, ഇത്ര നാളുകളായി എന്റെ മുന്നിലൂടെ നീ യാത്ര ചെയ്യുന്നു, പോകുന്നു, വരുന്നു, ഇന്നേ വരെ എന്റെ വീട്ടിലൊന്ന് കയറി വരികയോ എനിക്കൊരു സലാം ചൊല്ലുകയോ ചെയ്യാൻ നീ തയ്യാറാകാതെ ഇപ്പോൾ നിനക്ക് ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകാനുള്ള കാരണമെന്ത്? മനസ്സിനൊരു വ്യതിയാനം സംഭവിക്കാൻ കാരണമെന്ത്? സ്വാഭാവികമായിട്ട് ചോദിക്കൂല എല്ലാരും. ബഹുമാനപ്പെട്ട ആ സ്വഹാബി സഹോദരൻ പറയുകയാണ്, ഇന്നി ജലസ്തു ഇലാ അബീ ഹുറൈറത സാഹിബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാമ ഫഖാല അഹ്റജു അലാ കുല്ലി ഖാതിഅ റഹിമിൻ ഇല്ലാ ഖാമ മിൻ ഇൻദിനാ. ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലിരുന്ന് ദീൻ കേൾക്കുന്നതിന് വേണ്ടി അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കുടുംബ ബന്ധം മുറിച്ചവരെ ഞാൻ കൊടും കുറ്റക്കാരനായി കാണുന്നു. അവരാരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം അതിന് അവിടെ ഇരിക്കാൻ അനുവദിച്ചില്ല മാമി.